നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും ന്യൂസ് 18 പൊതുവേദിയിലേക്ക് സ്വാഗതം. ആശുപത്രിയിലെ അതിക്രമങ്ങൾ അവസാനിക്കുന്നില്ല. ആരോഗ്യ പ്രവർത്തകരും ആശുപത്രി ജീവനക്കാരും ആക്രമിക്കപ്പെടുന്നു. ന്യൂസ് 18 പൊതുവേദി ഇന്ന് പരിശോധിക്കുന്നത് ഈ വിഷയമാണ്. ആർക്കും തല്ലാവുന്ന ചെണ്ടയോ ഡോക്ടർമാർ? പ്രേക്ഷകർക്കും പ്രതികരിക്കാം. വിളിക്കേണ്ട നമ്പർ 0471 354 2100. ദിവസങ്ങളോളമായി ആശുപത്രിയിൽ ഡോക്ടർമാരെ ആക്രമിക്കുന്ന അല്ലെങ്കിൽ ആരോഗ്യ പ്രവർത്തകരെ ആക്രമിക്കുന്ന സംഭവങ്ങൾ തുടർച്ചയായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നു. ആ വിഷയമാണ് ഇന്ന് ന്യൂസ് 18 പൊതുവേദി ചർച്ച ചെയ്യുന്നത്. തൃശൂരിൽ നിന്ന് ശിവജിയാണ് ആദ്യത്തെ കോൾ. ശിവജി, ഇത്തരത്തിലുള്ള സംഭവം നമുക്ക് അവസാനമായി വലിയ പ്രതിഷേധമുണ്ടായത് ആലപ്പുഴയിൽ ഡോക്ടർ ശരത് ചന്ദ്രബോസിനെ കഴിഞ്ഞ മാസം ആക്രമിച്ചതുമായി ബന്ധപ്പെട്ടാണ്. അത്തരം മർദ്ദനങ്ങൾ തുടർച്ചയായി നടക്കുന്നു. ആരോഗ്യ പ്രവർത്തകർക്കെതിരായിട്ടുള്ള അതിക്രമങ്ങൾ തുടർച്ചയായി നടന്നുകൊണ്ടിരിക്കുന്നു. നമ്മൾ അങ്ങനെ പെരുമാറേണ്ട ആളുകളാണോ? അത് നമ്മൾ അങ്ങനെ പെരുമാറാൻ പാടുണ്ടോ? അതെ, സത്യത്തിൽ ഈ ആരോഗ്യ പ്രവർത്തകരായാലും ഡോക്ടർമാരായാലും ഇത്രയും സഹനശക്തിയുള്ളവരെ സത്യത്തിൽ ഭൂമിയിൽ കണ്ടെത്താൻ പറ്റില്ല. ഇത്രയെല്ലാം ഉണ്ടായിട്ട് എത്രയോ ഡോക്ടർമാർ മരിച്ചു. കണക്കിൽപ്പെടാത്തതും കണക്കിൽ പെട്ടതുമായിട്ട് കേരളത്തിൽ തന്നെ എന്നിട്ടും ഈ ഭരണകൂടം ഇതിന്റെ പിന്നിലെല്ലാം നിങ്ങൾ എന്ത് രാഷ്ട്രീയം പറയുകയാണെന്ന് നിങ്ങൾ പറഞ്ഞോ, എങ്കിലും എനിക്ക് കുഴപ്പമില്ല. ഇതിന്റെ പിന്നിലെല്ലാം CPM-ന്റെ ഈ ലോക്കൽ നേതാക്കളും അതുപോലുള്ള ചേറ്റകളാണ്. ഇവർക്കറിയോ നമ്മുടെ ജീവൻ നിലനിർത്തുന്നത് അവരാണ്. അവരെ സംരക്ഷിക്കേണ്ട, അവരെ ഒരു കൈക്കുമ്പിൽ സംരക്ഷിക്കേണ്ടവര് അവരോട് ഇത് ചെയ്യുന്നത് എന്ത് വലിയ തെറ്റാണ്. നമ്മൾ എത്ര പ്രാവശ്യം കണ്ടു ഓരോരുത്തർക്ക് അവർ പറയുന്നവർക്ക് വാക്സിൻ കൊടുക്കണം. അത്രേ ഇവിടെ നടക്കുന്നതൊക്കെ ചരിത്രമാണ്. എന്നിട്ട് പോലും അവർ സഹിച്ച് ഇത്രയും ഈ ഡോക്ടർമാരും നഴ്സുമാരും ഇവരെല്ലാം നമ്മളെ സഹിച്ചുകൊണ്ട് അവർക്ക് എന്താണ് അവർ ദൈവങ്ങളായിട്ട് കാണേണ്ടതാണ് ഇത് ചെയ്യുന്നത്. ഇത് പിണറായി വിജയൻ കാണാതെ പോകുന്നത്. ഇയാൾ കണ്ണടച്ചിരിക്കുകയാണോ? ഇയാൾ കണ്ണുപൊട്ടറാണോ ശരിക്കും? ശരി, ശിവജി. രമേശൻ ചേരുന്നു കണ്ണൂരിൽ നിന്നാണ്. ശ്രീ രമേശൻ, ഈ സംഭവങ്ങൾ ഇപ്പൊ നമുക്ക് ആദ്യ തുടക്കത്തിലൊക്കെ കോവിഡിന്റെ തുടക്കകാലങ്ങളിൽ പല സ്ഥലങ്ങളിലും ഡോക്ടർമാരെ ആക്രമിച്ച സംഭവമൊക്കെ നമ്മൾ കേട്ടതേ ഉള്ളൂ. പക്ഷെ കേരളത്തിൽ ഇത്തരത്തിൽ സംഭവങ്ങൾ ആവർത്തിക്കുമ്പോൾ അതിന് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് എവിടെയാണ് തെറ്റ്? ഇപ്പം പാർട്ടി പ്രവർത്തകരാണ് ഈ സംഭവം ചെയ്തത്. ആലപ്പുഴയുടെ കേസിൽ അങ്ങനെയായിരുന്നു. കൃത്യമായ ന്യായം ആ ഡോക്ടറിന്റെ ഭാഗത്തുള്ളപ്പോഴാണ് അവിടെ കേസിലൊക്കെ താമസം വന്നത്. കൃത്യമായ നടപടി എടുക്കാതിരുന്ന സംഭവങ്ങൾ ഉണ്ടായത്. അതൊക്കെ നമുക്ക് മുമ്പിലുണ്ട്. അപ്പോൾ എവിടെയാണ് പാളുന്നത്? മനുഷ്യർ ആശുപത്രിയിൽ എത്തുന്നു, അവരെ സഹായിക്കേണ്ട ഡോക്ടർമാരോട് മോശമായി പെരുമാറുന്നു, ഇല്ലെങ്കിൽ അവരെ ഉപദ്രവിക്കുന്നു. അത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കുന്നതിന്റെ പ്രധാന കാരണം എന്തായിട്ടാണ് താങ്കൾക്ക് തോന്നുന്നത്? ഹലോ, പറഞ്ഞോളൂ. എന്താ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല് രോഗിയെ പരിശോധിക്കുന്ന സമയത്ത് ഒരൊറ്റ പോക്കായിരിക്കും. പോയിട്ട് പിന്നെ അരമണിക്കൂർ കഴിഞ്ഞിട്ട് ആ ഡോക്ടർ തിരിച്ചു വരിക. ഇത് ഒരു വിധത്തിലും അംഗീകരിക്കാൻ പറ്റില്ല. 100-110 ആളുണ്ടാവും ലൈനിൽ നിന്നിട്ട്. അല്ല, അത് ചില കേസുകളിൽ മാത്രം ഒരുപക്ഷെ ചില ഡോക്ടർമാർ, ഇപ്പൊ നമുക്ക് എല്ലാ ഡോക്ടർമാരും ഒരുപോലെ ആകണം എന്നൊന്നുമില്ലല്ലോ. പക്ഷെ ഞാൻ ഈ പറഞ്ഞ കേസുകളിൽ ഇപ്പം പാറശാലയിൽ ഡോക്ടറെ ആക്രമിച്ചത് മാസ്ക് ധരിച്ചില്ല, എന്തുകൊണ്ട് ധരിച്ചില്ല എന്ന് ചോദ്യം ചെയ്തതിനാണ് ആക്രമിച്ചത്. ഇപ്പം ഡോക്ടർ ശരത് ചന്ദ്രബോസിന് ആലപ്പുഴയിൽ മർദ്ദനമുണ്ടായത് അത് കോവിഡ് വാക്സിനേഷൻ കൃത്യമായി നൽകും എന്ന് പറഞ്ഞതുകൊണ്ടാണ്. അപ്പം അങ്ങനെയുള്ള സംഭവങ്ങളാണ്, അങ്ങനെയുള്ള ഇടങ്ങളിലാണ് ആക്രമണം ഉണ്ടാകുന്നത്. എല്ലാ ഡോക്ടറും ഒരുപോലാന്നല്ല പറയുന്നത്. എന്താ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോയി ഒരൊറ്റ പോക്ക് പിന്നെ ഒരു അരമണിക്കൂർ തിരിച്ചു വരുമ്പോഴത്തേക്ക് ഉണ്ടാവും 100-150 ആൾ പിന്നെ ലൈനിൽ നിന്നിട്ട്. ശരി, രമേശൻ. ബിജു ചേരുന്നു കോട്ടയത്ത് നിന്ന്. ശ്രീ ബിജു, താങ്കൾക്ക് എന്താണ് ഈ തുടർച്ചയായി ഉണ്ടാകുന്ന, ഇന്നിപ്പോൾ ഇവിടെ തിരുവനന്തപുരത്ത് തന്നെ മറ്റൊരു കേസ് കൂടി ഉണ്ടായിട്ടുണ്ട്. തുടർച്ചയായി ഈ കാരണങ്ങൾ കൊണ്ട്, പല കാരണങ്ങൾ കൊണ്ട് മനുഷ്യർ ഡോക്ടർമാരോട് ഇല്ലെങ്കിൽ ആരോഗ്യ പ്രവർത്തകരോട് ആശുപത്രി സ്റ്റാഫ്സിനോട് ഭയങ്കര മോശമായി പെരുമാറുന്ന രീതിയിലേക്ക് നമ്മൾ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. അത് താങ്കൾ എങ്ങനെയാണ് അതിനെ കാണുന്നത്? ഡോക്ടർമാർക്ക് നേരെ അതിക്രമണം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന്റെ കാര്യം അത് വളരെ തീർത്തും മോശമാണ് മാഡം. പക്ഷെ എങ്കിലും പറഞ്ഞോളൂ. അത് ശിവജീതമ്പം ഒരാളെ തൃശ്ശൂരിൽ നിന്ന് വിളിച്ചു പറഞ്ഞത് CPM-കാര് ചെറ്റകളാണെന്ന്. അയാൾ വിശ്വസിക്കുന്ന പാർട്ടിക്കാരെ ചെറ്റകളെന്ന് എനിക്ക് ആദ്യം പറയുവാണ്. CPM-കാരെ സംസാരിക്കാം. ശ്രീ ബിജു, കേരളം ഒട്ടാകെ ചെയ്യുന്ന ഇയാൾ ഇത് കാണുന്നില്ലേ? CPM-കാര് ചെറ്റകൾ. ഇയാളെ തന്തയ്ക്ക് വിളിച്ച തന്തയാ ചെറ്റ.
ശരി, ബിജു അഹമ്മദ് ചേരുന്നു മലപ്പുറത്ത് നിന്ന്. അഹമ്മദ്, ഈ ഡോക്ടർ, പോലീസ്, വക്കീൽ ഇവരൊക്കെ വളരെ വൈകാരികമായിട്ടുള്ള സിറ്റുവേഷൻസിൽ ജോലി ചെയ്യുന്ന ആൾക്കാരാണ്. നമുക്കറിയാം പല കാര്യങ്ങളും അവർ നേരിട്ട് കാണുകയും സഹിക്കുകയും അങ്ങനെയൊക്കെയുള്ള ഒരു പ്രൊഫഷനാണ് ഈ പറയുന്ന ആളുകൾക്കൊക്കെ. അപ്പം സ്വാഭാവികമായിട്ടും ഇതൊക്കെ സഹിച്ചുകൊണ്ടും പല കാഴ്ചകൾ കണ്ടുകൊണ്ടും ഒക്കെ ആയിരിക്കും ഡോക്ടർമാർ അവരുടെ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ സമയത്താണ് രോഗിയായി വരുന്ന അല്ലെങ്കിൽ രോഗിയുടെ കൂടെ വരുന്ന ആൾക്കാർ കൂടി ഡോക്ടർമാരോട് മോശമായി പെരുമാറുകയും അവരെ അടിക്കുകയും അവരോട് മോശമായ ഭാഷയിൽ സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നത്. അത് ഒട്ടുമേ ശരിയല്ലല്ലോ. അപ്പൊ എന്തുകൊണ്ടാണ് ആളുകൾ ഇങ്ങനെ പ്രവർത്തിക്കുന്നത് അല്ലെങ്കിൽ ഇങ്ങനെ പെരുമാറുന്നത് എന്നാണ് താങ്കൾ കരുതുന്നത്? ചില ആരോഗ്യ പ്രവർത്തകരുടെ കയ്യിൽ നിന്ന് മോശമായ അനുഭവങ്ങൾ ഉണ്ടായിരിക്കാം. അതിൽ നിന്നുള്ള ഒരു വൈകാരികമായിട്ട് വരുന്ന സംഭവമായിരിക്കാം. എങ്കിൽ പോലും ഇവരെ കൈയേറ്റം ചെയ്യുന്നതോ ഇവരെ ആക്രമിക്കുന്നതോ ന്യായീകരിക്കാൻ പറ്റില്ല. ശരി, എങ്കിൽ നമ്മൾ ആലപ്പുഴയിലെ കേസിലേക്ക് വരുമ്പോൾ അവിടെ പ്രാദേശിക നേതാക്കൾ വന്ന് പ്രശ്നം ഉണ്ടാക്കുന്നു. ഡോക്ടറോട് അവർക്ക് ഇവരാവശ്യപ്പെടുന്നത് പ്രകാരം വാക്സിൻ നൽകാൻ ആവശ്യപ്പെടുന്നു. എന്നാൽ ഡോക്ടർ പറയുന്നു അത് അത്യാഹിത വിഭാഗത്തിലെ ആളുകൾക്ക് നൽകാനുള്ള വാക്സിനാണ്. അവിടെ ഇത്തരത്തിലൊരു പ്രശ്നവും വരുന്നില്ല. അവിടെ വളരെ ന്യായമായ ആവശ്യമാണ് ഡോക്ടർ പറയുന്നത്. അപ്പോൾ എന്തുകൊണ്ട് അവിടെ ഡോക്ടറെ ശത്രുപക്ഷത്ത് നിർത്തേണ്ട ആവശ്യം, ഇല്ലെങ്കിൽ മാസ്ക് മര്യാദയ്ക്ക് ധരിക്കണം എന്ന് പറയുമ്പോൾ ആ ഡോക്ടർ ശത്രുവാകുന്നത്, ആക്രമിക്കാൻ ശ്രമിക്കുന്നത്, ഇതൊക്കെ എന്തുകൊണ്ടാണ്? അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പോൾ ഓരോ ജനങ്ങളും ഓരോ വിധത്തിലായിരിക്കും അവിടെ എത്തിച്ചേരുന്നുണ്ടാവുക. അപ്പൊ അവരിൽ നിന്ന് വരുന്ന ഇതാണ് എങ്കിൽ പോലും ഇതൊരു ന്യായീകരിക്കേണ്ടതല്ല. ഗവൺമെന്റ് ഇപ്പൊ ഈ പ്രാദേശിക നേതാക്കൾ എന്നൊക്കെ പറയുമ്പോൾ ഒരു പാർട്ടി തണൽ അവർക്ക് കിട്ടും എന്നുള്ളത് കൊണ്ടാണ് അവരത് ചെയ്യുന്നത്. അപ്പൊ ഗവൺമെന്റ് ഇതിലേക്ക് തീർച്ചയായിട്ടും ശ്രദ്ധ ചെലുത്തിയിട്ടില്ലെങ്കിൽ ഇത് ഡോക്ടർമാരെല്ലാരും കൂടി സമരത്തിലോ എന്തെങ്കിലും ആകുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ പോലത്തെ സാധാരണക്കാർ അതും ബുദ്ധിമുട്ടൂലേ? അപ്പൊ ഗവൺമെന്റിന്റെ ശ്രദ്ധ ഇതിലേക്ക് നന്നായിട്ട് പതിയണം എന്നുള്ളൊരു അഭിപ്രായമാണ് എനിക്കുള്ളത്. ശരി, അഹമ്മദ്. പൊന്നച്ചൻ ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. ശ്രീ പൊന്നച്ചൻ, താങ്കൾക്ക് എന്താണ് കൂടുതലായി ഗവൺമെന്റ് ഇക്കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നാണോ? പാർട്ടി ഏതായിക്കോട്ടെ ആ പാർട്ടിയുടെ, ഇല്ലെങ്കിൽ ഒരുപക്ഷെ ചില പഞ്ചായത്തിൽ UDF ഭരിക്കുന്നുണ്ടാവും, LDF ഭരിക്കുന്നുണ്ടാവും, പക്ഷെ അവിടെയുള്ള അവരുടെ സ്വാധീനത്തിനനുസരിച്ച് പ്രവർത്തിക്കേണ്ടവരാണോ ഡോക്ടർമാർ? ഇല്ലെങ്കിൽ അവരുടെ എത്തിക്സിന് ഇല്ലെങ്കിൽ അവരുടെ തീരുമാനങ്ങൾ പ്രകാരം രോഗികൾക്ക് മുൻഗണന നൽകി പ്രവർത്തിക്കേണ്ട ആളുകളല്ലേ? അത് തികച്ചും തെറ്റാണ്. മനുഷ്യത്വമില്ലാത്ത പണിയാണ്. നമ്മള് ഡോക്ടർമാരെ ഏറ്റവും ഉയർന്ന ദൈവത്തെ പോലെ കാണേണ്ട ആൾക്കാരാണ്. അവരോട് ഇങ്ങനെ പെരുമാറാനേ പാടില്ല. അവർ തരുന്ന സേവനം നമ്മൾ എപ്പോഴും സ്മരിക്കണം. അവരോട് നമുക്ക് കൊടുക്കാവുന്നതിൽ ഏറ്റവും അധികം ബഹുമാനം കൊടുക്കേണ്ട ആൾക്കാരാണ്. അവർ നല്ലവരാണ്. അവരാണ് നമുക്ക് ഏറ്റവും അധികം എല്ലാവിധ സംരക്ഷണം തരുന്നത്. പക്ഷെ ഇത് ആവർത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇതിൽ നമുക്ക് അറിയാം, ഇപ്പം ആളുകളെ കുറിച്ച് നന്നായി പഠിക്കുന്ന ആളുകളും ഇല്ലെങ്കിൽ ബന്ധങ്ങളില്ല. ഇപ്പം ആലപ്പുഴയിലെ കേസ് മാത്രം എടുത്തു നോക്കുകയാണെങ്കിൽ പൊതുപ്രവർത്തകരാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരു പൊതുപ്രവർത്തകന്റെ ഭാഗത്തു നിന്ന് പോലും നമ്മൾ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ അവിടെ സംഭവിച്ചു എന്നാണ് അറിയാൻ സാധിച്ചത്. ഈ മനുഷ്യരുടെ ഇടയിലും മൃഗങ്ങളുണ്ടല്ലോ. അത് ചില മൃഗങ്ങൾ അങ്ങനെ വന്ന് കാണിക്കുന്നതാണ്. അത് ഒരിക്കലും അനുവദിക്കാൻ പാടില്ല. അവരെ മാതൃകാപരമായിട്ട് അവരെ ശിക്ഷിക്കണം. മേലിലെ ഡോക്ടർമാരോട് ഇങ്ങനെ പെരുമാറാൻ അനുവദിക്കരുത്. അവര് നമുക്ക് തരുന്ന സംരക്ഷണം എപ്പോഴും ഓർക്കണം അവര്. ശരി പൊന്നച്ചൻ. കണ്ണൂരിൽ നിന്ന് രാജേഷ് ചേരുന്നു. രാജേഷ്, ഈ പൊതുജനത്തിന്റെ അപ്പോഴത്തെ മാനസികാവസ്ഥ ഇല്ലെങ്കിൽ അവരുടെ വൈകാരികമായ ആ അവസ്ഥ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പലപ്പോഴും പലതും തള്ളിക്കളയുന്നുണ്ട്. പ്രത്യേകിച്ച് ചില ഹോസ്പിറ്റൽസിൽ പുറത്തു വരാത്ത, ഇപ്പൊ ഡോക്ടർമാരുടെ കേസുകളൊക്കെ ആകുമ്പോൾ അത് പുറത്തേക്ക് വരുന്നുണ്ട്. അതല്ലാതെ നഴ്സുമാരാണെങ്കിലും ആശുപത്രിയിലെ മറ്റ് സ്റ്റാഫുകളാണെങ്കിലും മോശമായി പെരുമാറുന്ന വാർത്തകൾ പോലും പുറത്തേക്ക് വരുന്നില്ല. അത് ആ ആശുപത്രിയുടെ ഇല്ലെങ്കിൽ ആ റൂമിനകത്ത് തന്നെ നിൽക്കുകയാണ്, പുറത്തേക്ക് എത്തുന്നില്ല. വല്ലപ്പോഴും ആരെങ്കിലും ഒക്കെ പുറത്ത് പറഞ്ഞാൽ ഇല്ലെങ്കിൽ ഒരു പോസ്റ്റായിട്ടോ അങ്ങനെയൊക്കെയാണ് ഈ ദുരനുഭവങ്ങളൊക്കെ ആരോഗ്യ പ്രവർത്തകരുടേത് പുറത്തറിയുന്നത്. അപ്പം ഇത്തരത്തിൽ പെരുമാറേണ്ട ഒരു ഇടമാണോ ആശുപത്രികൾ? അങ്ങനെ മോശമായി നമ്മൾ പെരുമാറേണ്ട ആളുകളാണോ ആരോഗ്യ പ്രവർത്തകർ? ഒരിക്കലും അങ്ങനെയാണെന്ന് വിശ്വസിക്കുന്നില്ല. കാരണം നമുക്കറിയാം, ഒരാള് ഒരു ഹോസ്പിറ്റലിലേക്ക് പോകുന്നത് അവർക്ക് അസുഖം മാറാനും അവർക്ക് നല്ല രൂപത്തിൽ ജീവിക്കാനും വേണ്ടിയിട്ടുള്ള ആശ്രയം എന്നുള്ള രൂപത്തിലാണ് ഹോസ്പിറ്റലിലേക്ക് പോകുന്നത്. അപ്പൊ അവിടെയുള്ള ഡോക്ടർമാരും അതുപോലെ ആരോഗ്യ പ്രവർത്തന സിസ്റ്റർമാരും നഴ്സുമാരും ആരായിക്കോട്ടെ, അവര് രോഗികളോട് അങ്ങേയറ്റം അനുഭവത്തോടുകൂടി പെരുമാറുകയും അവർക്ക് വേണ്ടുന്ന ആശ്വാസം നൽകുകയും ചെയ്യപ്പെടേണ്ടുന്ന ഒരു ആശ്രയ കേന്ദ്രമായിട്ടാണ് ഹോസ്പിറ്റൽ ഉണ്ടാവേണ്ടത്. ഇപ്പോൾ ചില ഘട്ടത്തില് എനിക്കറിയാം, പല ഹോസ്പിറ്റലിൽ നിന്നും വളരെ പരിശ്രമമായിട്ട് പേഷ്യൻസിനോട് പെരുമാറുന്ന ഡോക്ടർമാരും അതുപോലുള്ള നഴ്സുമാരും ഉണ്ടായിട്ടുണ്ട്. അപ്പോ അവിടെ എത്തപ്പെടുന്ന മനുഷ്യന്മാരുടെ അവിടെ എത്തപ്പെടുന്ന രോഗികളുടെ മാനസികാവസ്ഥയും അവരുടെ കൂട്ടിരിപ്പുകാരുടെ മാനസികാവസ്ഥയും എത്രത്തോളം ഒരു പാനിക്കാവും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ പ്രതികരണങ്ങളുണ്ടാവും. അപ്പം എല്ലാ
ഹോസ്പിറ്റലുകളിലും എല്ലാ ഡോക്ടർമാരെയും ആക്രമിക്കുന്നത് CPM-കാരാണ് അല്ലെങ്കിൽ ആദ്യം അങ്ങനെയല്ല, കൃത്യമായി ഇതിപ്പം മോശമായി പെരുമാറുന്ന ഡോക്ടർമാരുണ്ടെങ്കിൽ അത് കൃത്യമായി റിപ്പോർട്ട് ചെയ്യപ്പെടുകയും പരാതിപ്പെടുകയും ആ ഡോക്ടർമാർക്കെതിരെ നടപടി ഉണ്ടാകട്ടെ. അതിൽ യാതൊരു പ്രശ്നവുമില്ല. രോഗിയോടോ ഇല്ലെങ്കിൽ കൂട്ടിരിപ്പുകാരോടോ മോശമായി പെരുമാറുന്നുണ്ടെങ്കിൽ അവരതിന്റെ ഭവിഷ്യത്തുകൾ അനുഭവിക്കട്ടെ എന്ന് തന്നെയാണ്. പക്ഷേ അത് കൃത്യമായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ല എന്ന് മാത്രമല്ല, ഒരു ഡോക്ടർ ഇങ്ങനെ ചെയ്തു എന്ന് കരുതിയിട്ട് മറ്റുള്ള എല്ലാ ഡോക്ടർമാരെയും നഴ്സുമാരെയും ഹോസ്പിറ്റൽ സ്റ്റാഫ്സിനെയും ശത്രുപക്ഷത്ത് നിർത്തേണ്ട കാര്യമില്ലല്ലോ എന്നാണ്. ഇല്ല, അത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഇവിടെ ഫസ്റ്റില് ശിവജി എന്നുള്ള ഒരാൾ പറഞ്ഞതുപോലെ ഈ സംസ്ഥാനത്ത് നടക്കുന്ന ഡോക്ടറിനെ ആക്രമിക്കുന്ന എല്ലാ ആൾക്കാരും ഒരു പാർട്ടിയുടെ ആൾക്കാരാണ്, ഗുണ്ടകളാണ്, ചെറ്റകളാണ് സംസാരിക്കുമ്പോ നിങ്ങൾ തന്നെ അത് പറഞ്ഞു തിരുത്തേണ്ടതായിരുന്നു. ഇത്രയും അധികം ആൾക്കാർ കാണുന്ന ഒരു ന്യൂസ് ചാനലിൽ ഇത്തരത്തിലുള്ള ഒരു സംസാരം ഉണ്ടാവാൻ പാടില്ല എന്ന് നിങ്ങൾ തിരുത്തണമായിരുന്നു. പക്ഷേങ്കിൽ നിങ്ങളത് സപ്പോർട്ട് കൊടുക്കുന്ന രൂപത്തിൽ അടുത്ത ആൾക്കാരും അതേപോലെ സംസാരിക്കാൻ തുടങ്ങി. അല്ല, അതിൽ ഇടപെടുന്നതിൽ ഒരു പരിമിതിയോ, കാരണം സഭ്യമല്ലാത്ത ഭാഷയിൽ സംസാരിക്കുമ്പോൾ ഞാൻ അതിന് മറുപടി നൽകേണ്ട കാര്യം പോലും ഇല്ലെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ കോൾ കട്ട് ചെയ്തത്. നന്ദി രാജേഷ് വിളിച്ചതിന്. റോബർട്ട് ആലപ്പുഴയിൽ നിന്ന് ചേരുന്നുണ്ട്. ശ്രീ റോബർട്ട്, ഡോക്ടർമാർ മാത്രമല്ല ഈ മറ്റ് സ്റ്റാഫുകൾ, ഇപ്പൊ ആലപ്പുഴയിലെ കേസ് നമുക്കറിയാം എന്താണ് സംഭവിച്ചത്. അവിടെ പാർട്ടിയുടെ ജനപ്രതിനിധിയുടെ പോലും ഭാഗത്തു നിന്ന്, പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഭാഗത്തു നിന്ന് പോലും എന്താണ് ഡോക്ടറോട് ഉണ്ടായിരുന്ന മോശമായ സമീപനം എന്ന് നമുക്കറിയാം. പക്ഷേ മറ്റിടങ്ങളിലും ഇത് ആവർത്തിക്കുന്നുണ്ട്. ആളുകൾ വളരെ മോശമായി പെരുമാറുന്ന അവസ്ഥയാണ്. താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? മാഡം, ഇത് ഞാൻ നേരിട്ട് കണ്ട ഒരു അവസ്ഥയാണ്. മാഡം, ഞാൻ കൈനേരി PHCയിലെ നേഴ്സിംഗ് അസിസ്റ്റന്റ് ആണ് എന്റെ വൈഫ്. എന്റെ കുഞ്ഞിന് നല്ല രീതിയിൽ പനിയായിട്ട് അവൾ വാക്സിനേഷന് പോയിട്ട് ഞാൻ ആ വാക്സിനേഷൻ സെന്ററിൽ ചെന്നപ്പോൾ അവിടെ തടയുകയും മറ്റുമൊക്കെ ചെയ്തു. ഞാൻ നേരിട്ട് കണ്ട ഡോക്ടറെ പൂട്ടിയിട്ടിരിക്കായിരുന്നു. ഞാൻ ചെന്ന് തുറക്കുകയും ഡോക്ടറോട് അനുവാദം ചോദിച്ച് എന്റെ കുഞ്ഞിന് സുഖമില്ല എന്ന് പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോരുകയും ചെയ്തതാണ്. അങ്ങനെ നേരിൽ കണ്ട സംഭവങ്ങളാണ് ഇത്. ഞാൻ ഇതുവരെ വാക്സിനേഷൻ എടുത്തിട്ടില്ല. എനിക്ക് 42 വയസ്സായി. എന്റെ വൈഫിന്റെ റിസ്കിൽ വേണം എനിക്ക് വാക്സിനേഷൻ എടുക്കാം. പക്ഷെ അവിടെ രജിസ്ട്രേഷൻ ചെയ്തവർക്ക് മാത്രമേ വാക്സിനേഷൻ കൊടുക്കത്തുള്ളൂ എന്ന് എന്റെ വൈഫ് കർശനമായിട്ട് പറയുന്നു. അതുകൊണ്ടാണ്, അല്ല എന്റെ വൈഫിന്റെ ഒരു റെക്കമെൻഡിൽ എനിക്ക് പോയി വാക്സിനേഷൻ എടുക്കാം. ഞാൻ ഡോക്ടറോട് സംസാരിച്ചപ്പോൾ ഡോക്ടർ അത് തന്നെ പറഞ്ഞത്. ഇങ്ങനെയുള്ള അനുഭവങ്ങളാണ് ഇത്. പിന്നെ പ്രത്യേകിച്ച് ഒരാൾക്ക് വാക്സിനേഷൻ കൊടുക്കണമെന്നും പറഞ്ഞ് കുറെ ആൾക്കാർ വന്നാൽ എങ്ങനെയാ കൊടുക്കുന്നത്? ശരി, നന്ദി റോബർട്ട്, താങ്കൾ ഈ അനുഭവം പങ്കുവച്ചതിന്. അജയ് ഘോഷ് ചേരുന്നു കുമ്മളത്ത് നിന്നാണ്. അജയ് ഘോഷ്, താങ്കൾ കേട്ടു എന്ന് വിചാരിക്കുന്നു റോബർട്ട് പറഞ്ഞത്. കാരണം ഇത്തരത്തിൽ പല സ്ഥലങ്ങളിലും സ്വാധീനം ഉപയോഗിച്ച് ഞങ്ങളുടെ ആളുകൾക്ക് പെട്ടെന്ന് വാക്സിൻ നൽകണം എന്നൊക്കെ ചില പാർട്ടി ആളുകൾ, അതും ജനപ്രതിനിധികളൊക്കെ ആവുമ്പോൾ അതാണ് നമുക്ക് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. പൊതുപ്രവർത്തകരൊക്കെ ആവശ്യപ്പെടുമ്പോൾ അത് എത്രത്തോളം ന്യായീകരിക്കാൻ പറ്റുന്നതാണ്? വീണ്ടും വീണ്ടും അത് ശരിയാണ്, ഞങ്ങളുടെ ആളുകൾക്ക് കൊടുക്കണം എന്ന് പറയുമ്പോൾ ഡോക്ടർമാർ പറയാണ് അല്ല, അത്യാവശ്യമായിട്ടുള്ള ആളുകൾ ഇവിടെയുണ്ട്, അവർക്ക് കൊടുത്തതിന് ശേഷം അതിന്റെ ക്രമം അനുസരിച്ച് കൊടുക്കാമെന്നൊക്കെ പറയുമ്പോൾ എന്തിനാണ് ഇത്ര രോഷം കാണിക്കുന്നത്, ഇത്ര ശത്രുക്കളാക്കുന്നത് ആരോഗ്യ പ്രവർത്തകരെ? ഒരിക്കലും ഒരു ആരോഗ്യ പ്രവർത്തകരെ ശത്രുക്കളായി കാണേണ്ട ഒരു ആവശ്യം നമുക്കില്ല. കാരണം നമുക്കൊരു ചെറിയ പനിയോ എന്തൊരു അവരെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നോക്കേണ്ടത്. അല്ലെങ്കിൽ ഇവിടെ ഉള്ള ആർക്കും നമ്മൾ ചികിത്സകളൊന്നും കഴിവില്ല, അത് ശ്രദ്ധിക്കുക. പിന്നെ അവർ മനുഷ്യരാണ്. എന്തൊരു ചെറിയ അബദ്ധം വന്നാൽ നമ്മളവരെ റെസ്പെക്ട് ചെയ്ത് തന്നെ സംസാരിക്കാൻ പാടില്ല. അതുകൊണ്ട് ഒരിക്കലും അവരെ ഇതിൽ വെക്കട്ട് കാണാൻ പാടില്ല. അതെന്റെ അഭിപ്രായം. ശരി, നന്ദി ശ്രീ അജയ് ഘോഷ് വിളിച്ചതിന്. ഡോക്ടർമാർക്കെതിരായ അക്രമങ്ങളെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത് പൊതുവേദി. പ്രേക്ഷകർക്ക് ഇനിയും വിളിക്കാം. ഇടവേളയ്ക്ക് ശേഷം തിരിച്ചെത്താം. പൊതുവേദിയിൽ ചേരുന്നത് ധനൂപാണ്, ബാംഗ്ലൂരിൽ നിന്നാണ്. ധനൂപ്, വളരെ മോശമായ സാഹചര്യമാണ് പലയിടങ്ങളിലും ഡോക്ടർമാർ നേരിടേണ്ടി വരുന്നത്. ഇപ്പം തിരുവനന്തപുരത്ത് അവസാനമായിട്ടൊരു കേസ് കൂടി വരുമ്പോൾ ആളുകൾ കോവിഡ് ഭയങ്കരമായിട്ട് ഉള്ള അവരുടെ ദേഷ്യം കാണിക്കുന്നത്, ഇല്ലെങ്കിൽ ഡോക്ടർമാർ ഒരു 5 മിനിറ്റോ ഇല്ലെങ്കിൽ അരമണിക്കൂറോ ലേറ്റ് ആയിട്ടുണ്ടെങ്കിൽ ആക്രമിക്കാനുള്ള, ഇല്ലെങ്കിൽ അവരോട് മോശമായി പെരുമാറാനുള്ള ഒരു പേടിയില്ലായ്മ, അതൊക്കെയാണ് ആശുപത്രികളിൽ സ്ഥിരമായി കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം അങ്ങനെ പെരുമാറേണ്ടവരല്ല എന്ന് നമുക്ക് പൂർണ്ണ ബോധ്യമുണ്ട്. കാരണം 1.5 വർഷമായിട്ട് ഒരു ലീവ് പോലും എടുക്കാത്ത ഡോക്ടർമാർ നമുക്ക് ചുറ്റുമുണ്ട്, ആരോഗ്യ പ്രവർത്തകരുണ്ട്, ആശുപത്രിയിൽ മറ്റു ജോലികൾ ചെയ്യുന്ന സ്റ്റാഫ്സ് ഉണ്ട്. അപ്പം അവരുടെ ഇടയിൽ നിന്നാണ് നമ്മൾ മോശമായി വീണ്ടും അങ്ങോട്ട് പോയി പെരുമാറുന്നത്. നമ്മൾ അവരുടെ സഹായം തേടിയാണ് പോകുന്നത്. അതിനുശേഷം അവരോട് തന്നെ മോശമായി പെരുമാറി തിരിച്ചു വരുന്ന കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്താണ് താങ്കൾക്ക് തോന്നുന്നത്? ഓക്കെ, ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് പഠിക്കുന്നതാണ്. രണ്ടുപേരും, ഞാനും വൈഫും മെഡിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നതാണ്. സോ
അതിനെക്കുറിച്ച് ചെറുതായിട്ടൊന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. പറഞ്ഞോളൂ. അതിനു മുമ്പ് നിങ്ങൾ ഇത് സംപ്രേഷണം ചെയ്യുന്ന കംപ്ലീറ്റ് സംപ്രേഷണം, അതിപ്പോ ഞാൻ നിങ്ങളുടെ ഇത് ധനൂപ് ഇത് ലൈവാണ്, അപ്പൊ നമുക്ക് അതിനിടയ്ക്ക് കട്ട് ചെയ്യാനൊന്നും പറ്റില്ല. താങ്കൾ പറഞ്ഞോളൂ. അതെ, കണ്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ എന്തെങ്കിലും ആരെങ്കിലും കുറ്റം പറയുമ്പോഴോ അല്ലെങ്കിൽ ആരെങ്കിലും പുകഴ്ത്തി പറയുമ്പോഴോ നിങ്ങൾ ഓക്കെ അടുത്ത ആളിലേക്ക് പോകുന്ന ആ ഒരു ടെൻഡൻസി എടുത്ത് വേണ്ട. ഹലോ, പറയൂ, താങ്കളുടെ പോയിന്റ് പറഞ്ഞോളൂ. മെഡിക്കൽ ഫീൽഡ് വർക്ക് ചെയ്യുന്ന ആയതുകൊണ്ട് ഞാൻ ക്ലിയർ ആയിട്ട് പറയാം. അതിൽ പല രീതിയിലുണ്ട് നമുക്ക്. ഇപ്പം ചിലവര് മോശമായി പെരുമാറുന്നു, ചിലവര് ഡീസന്റ് ആയിട്ട് പെരുമാറുന്നു. അപ്പൊ നമുക്ക് എല്ലാരും പുകഴ്ത്തി പറയാനോ എല്ലാവരും എകഴ്ത്തി പറയാൻ നമുക്ക് പറ്റില്ല. അപ്പം ഇപ്പൊ കേരളത്തിൽ സംഭവിച്ചത് ഓഫ് കോഴ്സ് ഇത് അപലപനീയമാണ്. നമുക്കൊന്നും ഒരിക്കലും ജസ്റ്റ് ആയിട്ട് പറയാൻ പറ്റില്ലത്. ബട്ട് നമ്മളതിന്റെ റിയാലിറ്റി എന്താണെന്ന് നമ്മൾ ഒന്ന് ജസ്റ്റ് ചെയ്യണം. താങ്കൾ പോയിന്റ് പറയൂ. താങ്കൾ എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലായില്ല. മനസ്സിലായി, ഓക്കെ, ഞാൻ പറഞ്ഞുതരാം. അതായത് ചില ഡോക്ടേഴ്സ് അല്ലെങ്കിൽ ചില നേഴ്സുമാര് അല്ലെങ്കിൽ ആരോഗ്യ പ്രവർത്തകര് അവർ മോശമായി പെരുമാറുന്നവരുണ്ട്. ഇപ്പം ഇൻ കേസ് എന്റെ കേസ് തന്നെ ഞാൻ പറയാം. ഞാൻ കേരളത്തിലേക്ക് വന്നപ്പം ഞാൻ കണ്ടിട്ടാണ് വർക്ക് സ്റ്റേ ചെയ്യുന്നത്. ഞാൻ കേരളത്തിലേക്ക് വന്നപ്പം ചില നേഴ്സുമാരോട് എന്നോട് മോശമായി പെരുമാറിയിട്ടുണ്ട്. അപ്പം നമുക്ക് അങ്ങനെ ഒരു കേസ് വന്നു കഴിയുമ്പോൾ നമ്മൾ ഓഫ് കോഴ്സ് നമ്മൾ റിയാക്ട് ചെയ്തിരിക്കും. കാരണം ഇത്രയും മണിക്കൂർ നമ്മൾ വെയിറ്റ് ചെയ്ത് നമ്മുടെ ചാൻസ് എത്തുമ്പോഴത്തേക്കും അവർ പിന്നെയും പോവുക. എനിക്ക് ഇത് എന്താണ് പറയാനുള്ളതെന്ന് അറിയാമോ ധനൂപ്? താങ്കൾക്ക് ഒരു കൃത്യമായിട്ടൊരു പോയിന്റ് എനിക്കത് മനസ്സിലാവുന്നില്ല. താങ്കൾ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അത് എൻ്റെ കുഴപ്പം കൊണ്ടായിരിക്കും. പക്ഷേ താങ്കൾ പറയുന്ന കാര്യങ്ങൾ എല്ലാവർക്കും അറിയാം. എല്ലാവരും ഒരുപോലെയല്ല പെരുമാറുന്നത് ആശുപത്രികളിൽ. പക്ഷേ അങ്ങനെ ജനറലൈസ് ചെയ്ത് നമുക്ക് എല്ലാവരും നല്ലവരെന്നോ എല്ലാവരും മോശമോ എന്നോ പറയാൻ സാധിക്കില്ല എന്നാണ് താങ്കൾ പറയാൻ ഉദ്ദേശിച്ചത് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. നന്ദി വിളിച്ചതിന്. സുരേന്ദ്രൻ ചേരുന്നു തൃശ്ശൂരിൽ നിന്ന്. സുരേന്ദ്രൻ, പല ആശുപത്രികളിലെയും അവസ്ഥ വളരെ മോശമാണ്. കാരണം ആവശ്യത്തിന് സ്റ്റാഫില്ല. മണിക്കൂറുകളോളം, ഒരു ദിവസം 20 മണിക്കൂറിലധികം ജോലി ചെയ്യുന്ന ആളുകൾ ഉണ്ടെന്നാണ് നമ്മൾ അറിയുന്നത്. ലീവ് പോലും എടുക്കാതെ 500 ദിവസങ്ങളൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്ത ആൾക്കാർ, ആരോഗ്യ പ്രവർത്തകരുണ്ട്. അപ്പം നമ്മൾ അത് മനസ്സിലാക്കണം. നമ്മുടെ മാനസികാവസ്ഥ എത്രത്തോളം മോശമാണോ അതിന്റെ 10 ഇരട്ടി മോശമായിരിക്കും ആരോഗ്യ പ്രവർത്തകരുടെ മാനസികാവസ്ഥ എന്നുള്ളത് മനസ്സിലാക്കി പെരുമാറേണ്ട ഒരു സാഹചര്യം കൂടിയല്ലേ, പ്രത്യേകിച്ച് ഈ കോവിഡ് കാലം? മാഡം, പറയാനുള്ളത് ഇപ്പൊ ഡോക്ടർ എന്നല്ല ഇപ്പൊ പോലീസ് ഉദ്യോഗസ്ഥൻ എന്നാള് പോലീസ് ഉദ്യോഗസ്ഥൻ മാസ്ക് ശരിക്കും വെക്കാൻ പറഞ്ഞു. അതിനെന്തൊക്കെ കോലാഹലങ്ങൾ ഇവിടെ ഉണ്ടാക്കി. ഇതേമാതിരി തന്നെ ഡോക്ടർ എന്നല്ല, നഴ്സുമാരെന്നല്ല, പോലീസുകാര് ഇവരെല്ലാവരും വളരെയധികം വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോ അവരെ മർദ്ദിക്കുക എന്ന് പറയുന്നത് ഒരിക്കലും ശരിയല്ല. പല ആൾക്കാരും ഫസ്റ്റില് പ്രതികരിച്ച ഒരു പ്രേക്ഷകനുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പ്രതികരണം എങ്ങനെയായിരുന്നു? അതേമാതിരിയുള്ള ആൾക്കാരാണ് ഈ സമൂഹത്തിലുള്ളത്. അത് ചിലർ മാന്യമായിട്ട് സംസാരിക്കും, ചിലർ മാന്യമല്ലാത്ത രീതിയിൽ സംസാരിക്കും. ഈ ഡോക്ടർ അപ്പൊ അന്ന് ജാമ്യമില്ലാ വകുപ്പ് അനുസരിച്ച് കേസെടുത്തു എന്നാണ് നിങ്ങൾ അന്ന് ഇവിടെ ചർച്ച ചെയ്തിരുന്നത്. പിന്നീട് ഞാൻ മനസ്സിലാക്കിയത് ജാമ്യമില്ലാ വകുപ്പുകളൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അത് ജോലിക്ക് തടസ്സമായിട്ടുള്ള ഒരു ചെറിയ ഒരു പെറ്റി കേസുമായിട്ടുള്ള അതെ, ആ കുട്ടിയാണ് നിങ്ങൾ പറഞ്ഞത് മറ്റൊരാൾ ജയിലിലാണ് ഇല്ലാത്ത കേസ് എടുത്തു എന്നാണ്. അതുമാതിരി ഇപ്പൊ ഇവിടെ മർദ്ദിച്ചില്ല എന്നുള്ളത് നമുക്കറിയില്ല. കാരണം അന്വേഷണത്തിൽ കൂടെ വ്യക്തമാണ്. മർദ്ദിച്ചിട്ടുണ്ടെങ്കിൽ തീർത്തും തെറ്റാണ്. അതിനെ ഒരിക്കലും ന്യായീകരിക്കാനായിട്ട് പറ്റില്ല. കാരണം ഇതേമാതിരി തന്നെയാണ് അവർ ചെയ്യുന്ന ഡ്യൂട്ടികളുണ്ടല്ലോ, ആ ഡ്യൂട്ടിക്ക് നിയോഗിക്കപ്പെടുന്ന ആൾക്കാര് അവരെ ഒരിക്കലും അവിടെ തെറ്റ് സംഭവിച്ചില്ലെങ്കിൽ മർദ്ദിക്കാൻ പാടില്ല. അത് ഒരിക്കലും അനുകൂലിക്കുന്നില്ല. പക്ഷെ ഇതേമാതിരി തന്നെ പോലീസ് ഉദ്യോഗസ്ഥന്മാരും ഇതേമാതിരി പറയുമ്പോൾ ഈ ചാനൽ തന്നെ അന്ന് പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കെതിരെ വളരെ മോശമായിട്ടുള്ളതാണ് അന്ന് ഞാൻ പ്രതികരിച്ചിരുന്നു. അപ്പൊ ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാരായാലും ഡോക്ടർമാരായാലും നഴ്സുമാരായാലും ഇവരെ മർദ്ദിക്കുന്നതിലൊന്നും തരില്ല. കാരണം അവരും 24 മണിക്കൂർ ഡ്യൂട്ടി ചെയ്യുന്ന ആൾക്കാർ തന്നെയാണ്. സംഗതി ശരിയാണ്. ഡോക്ടർമാരെ അവർക്ക് സിദ്ധിച്ച കാര്യം അനുസരിച്ച് അവർ ഡ്യൂട്ടി ചെയ്യുന്നു. പോലീസുകാരെ അവർക്ക് കിട്ടിയിട്ടുള്ളതനുസരിച്ച് അവർ ഡ്യൂട്ടി ചെയ്യുന്നു. ആരായാലും ഇത് തന്നെയാണ്. 24 മണിക്കൂർ ഡ്യൂട്ടി ചെയ്യുന്നതാണ് അവരെല്ലാവരും. ശരി, നന്ദി താങ്കൾ വിളിച്ചതിന്. ജോസ്മോൻ ചേരുന്നു മുണ്ടക്കയത്ത് നിന്നാണ്. ജോസ്മോൻ, നമ്മുടെ ആരോഗ്യം ആശുപത്രി ആരോഗ്യ പ്രവർത്തകരുടെ കൈകളിലാണ് എന്ന് പറയുന്ന ആളുകളാണ് നമ്മൾ. പിന്നെ എന്തുകൊണ്ടാണ് അവർ ശത്രുക്കളാവുന്നത് പെട്ടെന്ന് ചിലർക്കെങ്കിലും? ഹലോ മോളെ, ഇത് മന്ത്രിമാരെ അനുകരിക്കുന്നതായിരിക്കും എനിക്കൊന്ന്. ഗുണ്ടാപ്പണിക്ക് അവരാ മാതൃക കാണിച്ചു കൊടുക്കുന്നത്. പിന്നെ എങ്ങനെയാണ് നിയമസഭയിൽ കാണിക്കുന്നതിന്റെ ഒരു അംശം പോലും ഇവിടെ നടന്നിട്ടില്ല. ഡോക്ടർമാരെ മർദ്ദിക്കുന്ന വളരെയേറെ തന്നെ അവര് വളരെയേറെ വേദന അനുഭവിച്ചും ബുദ്ധിമുട്ടിയും ഉറക്കം ഇളച്ചും
ജോലി ചെയ്യുന്നവരെ മദ്യപിച്ചവനെ തീർച്ചയായും ശിക്ഷിക്കേണ്ടത് തന്നെയാണ്. ശരി ജോസ്മോൻ. അഭിജിത്ത് ചേരുന്നു ഇടുക്കിയിൽ നിന്ന്. അഭിജിത്ത്, ഈ പാഠശാലയിലൊക്കെ സംഭവം എന്ന് പറഞ്ഞാൽ മാസ്ക് ധരിക്കാത്തത് എന്തുകൊണ്ടാണ്? അതും ആശുപത്രിയിലെത്തിയ ഒരാളോട് മാസ്ക് ധരിക്കാത്തത് എന്തുകൊണ്ടാണ് എന്നുള്ള ഒരു ചോദ്യത്തിനാണ് ആ ഡോക്ടറെ പെട്ടെന്ന് ആക്രമിക്കാനും അടിക്കാനൊക്കെ പോകുന്നത്. അപ്പം എവിടേക്കാണ് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്നൊരു ചോദ്യമാണ് അവിടെ. എനിക്കത് യോജിക്കാനേ പറ്റത്തുള്ളൂ. കാരണം ഞാനും ഇതുപോലെ മാസ്ക് വയ്ക്കാത്തതിൽ ഇവിടെ താലൂക്ക് ആശുപത്രിയിൽ ചേർന്നിട്ടുള്ള മനുഷ്യനാണ് ഞാൻ. അപ്പം ഞാനും ഇതുപോലെ മാസ്ക് വയ്ക്കാത്തതിൽ എന്റെ അടുത്ത് ഡോക്ടർ ചോദിച്ചിട്ടുണ്ട് എന്താണ് മാസ്ക് വയ്ക്കാത്ത, എന്താണ് കാര്യം എന്ന് എന്നോട് ചോദിച്ചിട്ടുള്ള വ്യക്തിയാണ് ഞാൻ. അപ്പം ഇതുപോലെ ഇപ്പൊ ആർക്കാണുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടാകുമ്പോൾ അത് ഏതൊരു വ്യക്തിയാണെങ്കിലും ചോദിക്കാവുന്നുള്ള കാര്യമാണ് ആ സിസ്റ്റർ ചോദിച്ചേക്കുന്നത്. മാസ്ക് വയ്ക്കാത്തത് എന്താണ് കാരണം? ഇപ്പൊ എല്ലാവർക്കും അറിയാം, ഈ കേരളത്തിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും തന്നെ കോവിഡ് കാരണം എല്ലാ ഇതിലും തോതിലും നല്ല പോലെ ബാധിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസം കൂടുമ്പോഴും. അപ്പം ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും ഇതുപോലെ ഇങ്ങനെയൊക്കെ ഇവര് നാട്ടുകാരെ തന്നെ ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ പിന്നെ നേഴ്സുമാർ എന്താ ചെയ്യേണ്ടത്? ശരി, എന്തായാലും അഭിജിത്ത് ഇനി ആശുപത്രിയിൽ പോകുമ്പോഴും കൃത്യമായി മാസ്ക് വെച്ച് പോവുക, അതാണ് ചെയ്യാനുള്ളത്. കൃഷ്ണകുമാർ ചേരുന്നുണ്ട് കൊല്ലത്ത് നിന്ന്. ശ്രീ കൃഷ്ണകുമാർ, താങ്കളുടെ അഭിപ്രായം എന്താണ്? ഡോക്ടർമാർ ഇത്തരത്തിൽ ആക്രമണങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്നു. ആളുകളുടെ സമീപനം, ഡോക്ടർമാരോടുള്ള ആ സമീപനത്തിൽ വലിയ മാറ്റം വരുത്തേണ്ട സമയമായില്ലേ? ഈ വിഷയത്തിന് സമാനമായിട്ടുള്ള ധാരാളം വിഷയങ്ങൾ മുൻകാലങ്ങളിൽ നമ്മൾ ഇന്ത്യ വിഷനിൽ ഇതുപോലെ ചർച്ച ചെയ്തിട്ടുണ്ട്. നമ്മൾ പ്രധാനമായും ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. സർക്കാർ ഉദ്യോഗസ്ഥരെ, അത് ഡോക്ടർമാരാകട്ടെ മറ്റുള്ള മേഖലയിലുള്ളവരാകട്ടെ, അവരെ പൊതുജനങ്ങളുമായി ബന്ധപ്പെടുത്തുന്ന ചില സംവിധാനങ്ങൾ നമ്മൾ സർക്കാർ തലങ്ങളിൽ ക്രമീകരിച്ചിട്ടുണ്ട്. പഞ്ചായത്തിലാണെങ്കിൽ ജാഗ്രതാ സമിതികൾ, ആശുപത്രികളിലാണെങ്കിൽ വികസന സമിതികൾ, ഇത്തരത്തിലുള്ള ജനങ്ങളെയും ഉദ്യോഗസ്ഥരെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ധാരാളം സമിതികളുണ്ട്. ഞാനൊരു ഇടതുപക്ഷ അനുഭാവി കൂടിയാണ്. ഇന്ന് താഴെ തട്ടിൽ ഉദ്യോഗസ്ഥരും വളരെ നെഗറ്റീവായിട്ട് ചിന്തിക്കുന്ന ജനപ്രതിനിധികളും ചേർന്ന് ഒരു സമാന്തര സംവിധാനമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. സമിതികൾ പ്രവർത്തിക്കുന്നില്ല. സർക്കാർ അടിയന്തരമായിട്ട് ഈ മേഖലയിൽ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇടതുപക്ഷ സർക്കാരിന് അപകടകരമായ രീതിയിലുള്ള പ്രതികരണം ജനങ്ങളുടെ ഇടയിൽ നിന്നും ഉണ്ടാകും. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഉദ്യോഗസ്ഥരും അങ്ങനെ ചില മേഖലകളിൽ പ്രവർത്തിക്കുന്നവരും തമ്മിലുള്ള ഒരു പ്രവർത്തനമാണ് ഇപ്പോൾ നടക്കുന്നത്. ജനങ്ങളിൽ നിന്ന് അകലുന്നു പല മേഖലകളിൽ. അതുകൊണ്ടാണ് ജനങ്ങൾ പ്രതികരിക്കുന്നത്. ജനങ്ങളെയും പൊതുജനങ്ങളെയും അതുപോലെ സർക്കാർ ജീവനക്കാരെയും ഒക്കെ തന്നെ ബന്ധിപ്പിക്കുന്ന ധാരാളം ഘടകങ്ങളുണ്ട്. അതൊക്കെ നിർജീവമാണ് നമ്മുടെ ഈ കാലഘട്ടത്തിൽ. ഇത് അടിയന്തരമായി ഈ സർക്കാർ ബന്ധപ്പെട്ട മേഖലകളിൽ ഇത് ശ്രദ്ധിച്ചില്ലെങ്കിൽ ശരി കൃഷ്ണകുമാർ, ആരോഗ്യ പ്രവർത്തകരോടുള്ള അക്രമം ഓരോ ദിവസവും വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അത് അവസാനിപ്പിക്കേണ്ട സമയം തന്നെയായി. പൊതുവേദി പൂർണ്ണമാവുന്നു. നമസ്കാരം.